ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുഞ്ഞുപത്തലാണ് കേട്ടോ. ഇറച്ചിപ്പത്തിരി, കുഞ്ഞുപത്തൽ, അങ്ങനെ കക്കറോട്ടി എന്നൊക്കെ പറയുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് മെയിനായിട്ട് കണ്ണൂർ ആ ഭാഗത്തോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഡിന്നറായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെക്കുന്ന സാധാരണ അരി ഉണ്ടല്ലോ, മട്ടയല്ല, നോർമൽ അല്ലാത്ത വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിന് വേണ്ടി കുതിർത്ത് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ അതിനെ ഇറച്ചി നമ്മൾ വേവിക്കണം. അതിന് വേണ്ടിയിട്ട് സവോള കുറച്ച് എണ്ണയിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക. വളരെ കുറച്ച് മാത്രം വെല്ലുള്ളി മതി കേട്ടോ. ഒരെണ്ണം എടുത്താൽ മതി. എന്നിട്ട് അതേ നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നോർമൽ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇറച്ചിക്കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു മസാല ഇടുന്ന സമയത്ത് നമ്മൾ ആ ഒരു പത്തിരിക്കും കൂടെ കണക്കാക്കിയിട്ടുള്ളൊരു മസാല ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ കുത്തിച്ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. മിക്സിയിലല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ നമ്മുടെ ആ ഒരു കല്ലില്ലേ അതിലിട്ടിട്ട് ചതച്ചെടുത്താണ്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. മിക്സിയിൽ കറക്കി എടുക്കുന്നതിലും ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കാം. ഇപ്പൊ ഇതേ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഇതിനകത്തോട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഒരിത്തിരി ബീഫ് മസാല ഇടല, അതും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പച്ചമണം പോകുന്നത് വരെ മസാലയുടെ ഒക്കെ കുത്തലും പച്ചമണം ഒക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കൂടുതൽ മല്ലിപ്പൊടി വേണ്ട, കുറച്ച് ബീഫ് മസാല അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒട്ടും കൂടി പോകണ്ട കേട്ടോ. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ഒരു കുത്തലുണ്ടാവും മസാലയുടെ, അതില്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് തക്കാളി ഇടുമ്പോൾ നമ്മുടെ ഈ മസാലയൊന്നും കരിഞ്ഞു പോകാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇടുന്ന സമയത്ത് നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ആകുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. വെറും കഷ്ണം മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. എല്ലും ഇറച്ചിയും എല്ലാം കൂടെ ആകുമ്പം നല്ലൊരു ഫ്ലേവറും ഇറച്ചിന്നൊക്കെ സോറി എല്ലിൽ നിന്നുള്ള ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റും ഫ്ലേവറും ആണ്. പിന്നെ ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബീഫ് കറി നമുക്ക് ഇങ്ങനെ തന്നെ എന്താ പറയാ, വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതായത് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ പത്തിരിയുടെയോ കൂടെ ഒക്കെ കഴിക്കാനും ടേസ്റ്റിയാണ്. ഒട്ടും വെള്ളം ഇല്ലാതെ എടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വേറെ തന്നെ മാറിപ്പോകുന്നത്. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ അടുക്കി പിടിക്കുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഗ്ലാസോളം അങ്ങനെ ഇത്തിരി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമ്മുടെ ഓരോരുത്തരുടെയും ഗ്യാസിന്റെയും ഇതിന്റെയൊക്കെ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഗ്രൈൻഡറിൽ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അരി നമ്മളൊന്ന് തോർത്ത് വെച്ചിട്ടൊന്ന് എന്താ പറയാ, മുറുക്കിയെടുക്കുക. അങ്ങനെ തന്നെയല്ലേ പറയാ. ഓക്കെ. അപ്പൊ നമ്മളന്ന് കുറച്ചൊന്ന് വെള്ളം പോക്കിയിട്ട് എടുക്കാണ്. അപ്പൊ നല്ല വൈത്തോർത്ത് തന്നെ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യില്ലല്ലോ, അത് കിച്ചണിലേക്ക് വേണ്ടി മാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തോർത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണോ അത്രയും എടുക്കാം കേട്ടോ. നമ്മളിപ്പം ഏകദേശം നമുക്കൊരു അളവ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു അളവിൽ എടുത്തിട്ട് ഇതുപോലെ തോർത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പൊ തന്നെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് പോയി കിട്ടും കേട്ടോ. എന്നാൽ ഒട്ടും വെള്ളം ഇല്ലാതെയല്ല, ഡ്രൈ ആവുകയില്ല, ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പരത്തുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഈ ഒരു അരിക്ക് പകരം വേണമെങ്കിൽ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ വാട്ടി കുഴച്ച് ഉരുട്ടി ഇതുപോലെ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. മാക്സിമം എത്രത്തോളം നമ്മൾ ചെറുതാക്കി എടുക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് വലിയ ഉണ്ടകളായാലും കുറച്ച് ഇതായിരിക്കും. അപ്പൊ അത് ഇതുപോലെ ഇലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ആവിപാത്രം വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ ഇതുപോലത്തെ പരന്ന പാത്രം ഉണ്ടാവില്ല, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടിപ്പതേ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. സാദാ വെള്ളമാണ്. അപ്പൊ എന്നിട്ട് ഇതിന്റെ ആവിയൊക്കെ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക. അപ്പൊ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ടാവും. കാരണം തീരെ നമ്മൾ കനം കുറച്ചാണ് ചെയ്തിട്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പൊ അത് ആവിയൊക്കെ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുക. തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്.
അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം കളയണ്ട. നമ്മൾ ലാസ്റ്റ് കുറച്ചൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വരും. അപ്പോൾ ദേ നമ്മൾ ഇതൊന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ചൂടുണ്ടാവും, എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ആവി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് ഓട്ടയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ആവി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈകൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്യിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ദേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വിട്ട് വന്നോളും. നമ്മൾ എന്താ പറയുക, ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ ഇതുകൊണ്ട് ഇതിന്റെ ചൂടൊക്കെ പോയിട്ട് എല്ലാം തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഓരോന്നായിട്ട് കിട്ടും കേട്ടോ. ഇപ്പതേ നമ്മൾ കുറേ അധികം ബാച്ചസ് ആക്കി വെച്ച് വേവിച്ചെടുത്തതാണ്. അപ്പൊ അതും അതിന്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഇളക്കുമ്പോഴത്തേക്കും എല്ലാം മൊത്തത്തിൽ, അതായത് നമ്മളിപ്പം ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചിയും ഈ പത്തിരിയും ഒക്കെ നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഫുള്ളായിട്ട് എവിടെയും ഈ ഒരു ഇറച്ചിയുടെ മസാല നമുക്ക് ആ പത്തിരിക്കകത്ത് ഫുള്ളായിട്ട് കിട്ടണം. ചിലപ്പോൾ നമ്മൾ അടിയൊന്നും കറക്റ്റായിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും മസാല കിട്ടിയില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും മസാലയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇളക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വളരെ ചെറിയ പാത്രം ഒന്നും എടുക്കരുത്. നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രവും അതിന് പറ്റിയൊരു കയ്യിലും കൂടെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ അതിന് വേണ്ട തേങ്ങ ചേർത്ത് കൊടുക്കലാണ്. തേങ്ങയും വലിയ ജീരകം ഉണ്ടല്ലോ, പിന്നെ കാന്താരിയും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുകളിൽ നിങ്ങൾ വൈറ്റ് ആയിട്ട് കാണുന്നത് ലാസ്റ്റ് ടൈമിൽ വേവിച്ചിട്ട ആ ഒരു എന്താണ് കേട്ടോ, പത്തിരിയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ അതേ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുപോലെ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു ഉരുട്ടിയിടുന്ന പരിപാടി മാത്രമാണ് കുറച്ചധികം പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, എന്ത് വേണേലും നമുക്ക് ചെയ്യാം. അപ്പൊ ദേ ഇത് ഇളക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഓർത്തത് കറിവേപ്പില ഇട്ടില്ല. അപ്പൊ അതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പം കറിവേപ്പില നമുക്ക് ഇതിൽ തന്നെ ഇടണമെന്നില്ല. നമ്മൾ വറവിടുന്ന സമയത്ത് അല്ലാതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്യാമറ വല്ലാണ്ട് ഇതാവുന്നുണ്ട്. സ്റ്റാൻഡിൽ ഒന്ന് തട്ടി നമ്മൾ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയപ്പം നല്ലതായിട്ടൊന്ന് ഷെയ്ക്കായി പോയതാണ് കേട്ടോ. അപ്പൊ ദേ നമ്മള് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടു. പിന്നെ ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തത് കൊണ്ടും പിന്നെ പത്തിരിയുടെ ആ ഒരു സംഭവം ആയതുകൊണ്ടും തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. അടിമേലെ ഒന്ന് മറിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കടുകും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണയിലോട്ട് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. കൂടെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാ വീഡിയോസും ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണുന്നവരായിരിക്കും നിങ്ങൾ. അപ്പം നിങ്ങൾക്കും അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു പ്രോസസ്സ്. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു പത്തിരിയുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. രക്ഷയില്ല. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വറവും കൂടെ വരുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. വറവിടാതെയും നമുക്ക് കഴിക്കാം. പക്ഷെ വറവും കൂടെ വന്നു കഴിയുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ. എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം ഇപ്പം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല. അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ആ ഒരു എണ്ണ ഉണ്ടല്ലോ നമ്മൾ വറവിട്ട് ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മള് പിന്നെന്താ പറയാ, കക്കറോട്ടിന്നും ഇറച്ചിപ്പത്തിലെന്നും പിന്നെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് കേട്ടോ ഇതിന് പറയുന്നത്. കുഞ്ഞിപ്പത്തില് എന്ന് പറയും. പിന്നെ ഇങ്ങനെ ഇറച്ചിയില്ലാതെ നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ട് വറവിട്ടിട്ട് ഇതുപോലെ എടുക്കുന്ന ഐറ്റം ഉണ്ട്. അത് അങ്ങനെ എടുക്കുന്നവരും ഉണ്ട്. പക്ഷെ ഈ ഒരു ഇറച്ചിയൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതലും കണ്ണൂർ ഭാഗത്തേക്ക് മാത്രമാണ് ഈ ഒരു ഐറ്റം കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം എല്ലാവരും
ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. കാരണം യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഐഡിയാസ് അനുസരിച്ചുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് നമുക്ക് എന്താണെങ്കിലും ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്. നമ്മൾ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് ചിലപ്പോൾ ടൈം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്നും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.